മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പുസ്തകമേളയ്ക്ക് തുടക്കമായി. കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ നടക്കുന്ന പുസ്തകോത്സവം വിവിധ മേഖലയിലെ പ്രമുഖർ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, കവി മുരുകൻ കാട്ടാക്കട, റോസ്മേരി, എഴുത്തുകാരനായ GR ഇന്ദുഗോപൻ എന്നിവർ പുസ്തകമേള ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷത്തിലധികം പുസ്തകങ്ങളാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കനകക്കുന്നിലെ മനോഹരമായ സായാഹ്നത്തിൽ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പുസ്തകമേളയ്ക്ക് തിരിതെളിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, കവി മുരുകൻ കാട്ടാക്കട, റോസ്മേരി, എഴുത്തുകാരൻ GR ഇന്ദുഗോപൻ എന്നിവരാണ് പുസ്തകമേള ഉദ്ഘാടനം ചെയ്തത്. മാതൃഭൂമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ 6ാം പതിപ്പിന് പുസ്തകമേളയിലൂടെ വർണ്ണാഭമായ തുടക്കമായി. ആഗോളതലത്തിൽ ജനപ്രീതി ആർജിക്കുന്ന പുസ്തകമേളയ്ക്കാണ് തുടക്കമാകുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തന്നെ വലിയ ചരിത്രമുള്ള പത്രമാണ് മാതൃഭൂമി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മാതൃഭൂമി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പുസ്തകോത്സവം രാജ്യത്ത് തന്നെ അപൂർവമായി മാത്രമേ ഇത് കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. അക്ഷരപ്രേമികൾക്ക് മാതൃഭൂമി വലിയ വേദി ഒരുക്കുകയാണെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. The word will never die. The form might change. ഏതൊരു രീതിയിൽ വന്നാലും അത് അറിയാനും കാണാനും വായിക്കാനും അനുഭവിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ഇങ്ങനെ ദാഹിച്ച് നടക്കുന്ന there is a very special creative genius that is owned by the mind and the psyche of Kerala. And festivals like this celebrate that. പുതിയ തലമുറയിലെ വായനക്കാരുടെ പ്രതിനിധിയായി വിദ്യാർത്ഥിനി മിന രഞ്ജിത്ത് വേദിയിലെത്തി. എനിക്ക് കുറേ അറിവുകൾ പകർന്നു തന്നൊരു സ്ഥലമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ, എൻ്റെ അടുത്ത ബർത്ത്ഡേ ആവാറായി. ഇപ്പം ബർത്ത്ഡേ ഒക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്ത മാതൃഭൂമിയിൽ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മാതൃഭൂമി ഡിജിറ്റൽ ബിസിനസ് ഡയറക്ടർ മയൂര ശ്രേയംസ് കുമാർ, മാതൃഭൂമി ഓപ്പറേഷൻസ് ഡയറക്ടർ ദേവിക ശ്രേയംസ് കുമാർ എന്നിവർ പങ്കെടുത്തു. ജനുവരി 31 മുതൽ ഫെബ്രുവരി 9 വരെ പുസ്തകോത്സവം നടക്കും. ഇന്ത്യൻ വിദേശ എഴുത്തുകാരുടെ പ്രമുഖ പുസ്തകങ്ങൾ ഉൾപ്പെടെ 5 ലക്ഷത്തിലധികം പുസ്തകങ്ങളാണ് മേളയിലൂടെ വായനക്കാരിലേക്ക് എത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.